ഇനി നമുക്ക് സന്തോഷമുള്ളൊരു വാർത്തയാണ്. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം അദ്ദേഹത്തിൻ്റെ മോചനത്തിലുള്ള വഴിയൊരുങ്ങി. 20 കൊല്ലം അദ്ദേഹം തടവിൽ പൂർത്തിയാക്കി. 20 കൊല്ലമായിരുന്നതിനുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഒഴിവാക്കിയത് 34 കോടി രൂപയോളം പിരിച്ച് ദയാധനം നൽകിയതിനു ശേഷം അത് വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. ഇന്നലെയോടെ അദ്ദേഹത്തിൻ്റെ 20 കൊല്ലത്തെ തടവും പൂർത്തിയായി. ഇനി എക്സിറ്റ് ഫോർമാലിറ്റികൾ മാത്രമേ ഉള്ളൂ. എക്സിറ്റ് വിസ കൂടി അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫറൂഖിൽ എത്തി അദ്ദേഹത്തിൻ്റെ ഉമ്മയെ നേരിട്ട് കാണാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും റഹീമിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച റഹീം മോചന കമ്മിറ്റിക്കൊക്കെ തന്നെ വളരെ ആശ്വസിക്കാം. അതുപോലെ റിയാദിലും ജിദ്ദയിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. നമ്മളാൽ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു. അപ്പോൾ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം കൂടുതൽ വിശദാംശങ്ങളും അയച്ചിരുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ റഹീമിൻ്റെ മോചനം സാധ്യമാകുമോ? ഇപ്പോൾ റിയാദിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ജലീലിന് കഴിഞ്ഞോ? SKN, ഗുഡ് മോർണിംഗ്. അബ്ദുറഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്നലെ കഴിഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 20 വർഷമായി റിയാദിലെ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് അബ്ദുറഹീം. തടവ് ശിക്ഷയുടെ കാലാവധി ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത്. ഇനി മോചനമാണ്. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം റിയാദിലെ നിയമ സഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ജയിൽ മോചിതനാകാനുള്ള അനുമതി ഹയർ അതോറിറ്റിയിൽ നിന്നും ജയിൽ അധികൃതർക്ക് ലഭിച്ചാൽ മറ്റു നടപടികളിലേക്ക് കടക്കും. മോചനത്തിനുള്ള അനുമതി ലഭിച്ചാൽ ഈ സൗദി ആഭ്യന്തര മന്ത്രാലയം ഫൈനൽ എക്സിറ്റ് നൽകും. ശേഷം വിമാന ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങാം. നാട്ടിലേക്ക് മടങ്ങാനുള്ള ഈ യാത്രാരേഖയായ ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ജയിലിൽ നിന്ന് നേരിട്ട് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് സൗദിയിൽ നടന്നു വരുന്ന ഒരു രീതി. ഈ മോചനത്തിന് ഇനി തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏത് സമയവും ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കാം എന്നാണ് സഹായ സമിതി അറിയിക്കുന്നത്. ഇന്ന് തന്നെ ജയിൽ മോചിതനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് സഹായ സമിതി. കുടുംബവും മലയാളികളും എല്ലാം അതിനായി കാത്തിരിക്കുകയാണ്. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീം ജയിലിലാകുന്നത്. പൊതു അവകാശ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ കാലാവധിയാണ് ഇന്നലെ അവസാനിച്ചത്. കഴിഞ്ഞ വർഷമാണ് പൊതു അവകാശ കേസിൽ ഈ 20 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചത്. ഇതുവരെ അനുഭവിച്ച ഈ തടവ് ശിക്ഷ കൂട്ടി 20 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു വിധി. ഏതായാലും ഇപ്പോൾ ആ 20 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇന്നോ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ ജയിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഈ മോചനം ഇപ്പോൾ സാധ്യമായില്ലെങ്കിൽ വീണ്ടും നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം പെരുന്നാൾ അവധി ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ഇപ്പോൾ മോചനം സാധ്യമായില്ലെങ്കിൽ ഈ പെരുന്നാൾ അവധി തീരുന്നത് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഈ സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയായിരുന്നു അബ്ദുറഹീമിന് കോടതി വിധിച്ചിരുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയതോടെ വധശിക്ഷ കോടതി റദ്ദാക്കുകയായിരുന്നു. 15 മില്യൺ റിയാൽ, അതായത് 34 കോടിയോളം രൂപ ഈ സൗദി കുടുംബത്തിന് മോചനദ്രവ്യമായി നൽകിയതോടെയാണ് ഈ മാപ്പ് നൽകാൻ ഈ കുടുംബം തയ്യാറായത്. ഏതായാലും മലയാളികൾ ഒറ്റക്കെട്ടായാണ് ഇത്രയും തുക സ്വരൂപിച്ചത്. ഇതാണ് ഈ വധശിക്ഷയിൽ നിന്ന് അബ്ദുറഹീം രക്ഷപ്പെടാനുള്ള കാരണം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.